ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന മറ്റൊരു ദിവസം കൂടി ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തോടും പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദിവസം ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്താം. ഇതിൽ പങ്കെടുക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിച്ച്, നിയോഗങ്ങൾ സമർപ്പിച്ച്, അത് എഴുതി വെച്ച് പ്രാർത്ഥനാ മുറിയിൽ വെച്ച് വിശുദ്ധ വചനത്തോട് ചേർത്ത് വെച്ച് വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ നല്ല സമയത്ത് അങ്ങ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവവചനത്തിന്റെ പ്രാർത്ഥനയുടെ സ്വരം ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവായി മാറുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ സ്വരം ഇതാ മുഴങ്ങുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകളും സാന്നിധ്യവും ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഒത്തിരി പേരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിയോഗ പ്രാർത്ഥന ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ 18ാമത്തെ ദിവസം കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സമയത്ത് സ്ഥലത്തായിരുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ മുറിയിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തിയെ, അത്ഭുത വിടുതലിനെ, മറുപടിയെ അയക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾ ആയിട്ടുള്ളവരിലേക്ക് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ജോലി സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റുന്നതിന് നന്ദി പറയുന്നു. സമാധാനം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ ദൈവവചനത്തോട് ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഏറ്റുപറയുന്നു. അങ്ങാണ് ഞങ്ങളുടെ ഏകരക്ഷകനും ദൈവവും കർത്താവും പരിപാലകനും നിയന്ത്രതാവും എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ ഒന്നെടുക്കാം. ആ നിയോഗത്തിന്മേൽ വിശ്വാസത്തിന്റെ അടയാളമായ കുരിശിന്റെ അടയാളം വരച്ച് നിയോഗ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നമുക്ക് ആ 3 നിയോഗങ്ങളെ സമർപ്പിക്കാം. നിങ്ങളുടെ ഭവനത്തെ ആ നിയോഗത്തോട് ചേർത്ത് വയ്ക്കാം. ഒത്തിരി വ്യക്തികളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ.
യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസം നിയോഗ പ്രാർത്ഥനയുടെ ഈ നിമിഷം വളരെ പ്രതീക്ഷയോടെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. 40-ാം തിരുവചനം. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. 2-ാം അധ്യായം 1-ാം തിരുവചനം. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾ ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സമയം, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ നിയോഗത്തോടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഈ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ രീതികളും നിങ്ങളുടെ പ്രതീക്ഷയും എല്ലാ കാര്യങ്ങളും മാറ്റവും ഉണ്ടാകും. നിങ്ങളുടെ ഇടപാടുകളിലും സംസാര രീതികളിലും നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങും. അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വഴിയാണ്. നിയോഗ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞത്, അതിരാവിലെ എഴുന്നേൽക്കുക, യേശുവിനെ പോലെ എഴുന്നേറ്റ് കുറച്ചു നേരം പ്രാർത്ഥിക്കുക. ദൈവവചനം തുറന്നു വെച്ച് നമ്മുടെ നിയോഗങ്ങൾ ആ വചനത്തോട് ചേർത്ത് വെച്ച് ജീവിതം സമർപ്പിച്ച് ജീവിതം ആരംഭിക്കുക. 10 അല്ലെങ്കിൽ 15 മിനിറ്റ് പ്രാർത്ഥിച്ച് അതിലൂടെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന വിധം, ഒത്തിരി പേരോട് പറയാനിടയാകത്തക്ക വിധം ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കും. ഇത് അനുഗ്രഹത്തിൽ എന്നും ഓർക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു അടയാളമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറും. ഈ വചനം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്തിന് രാവിലെ എഴുന്നേൽക്കണം, എന്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കണം? പ്രിയപ്പെട്ടവരെ, നമുക്കിതാ നല്ലൊരു മാതൃകയുണ്ട് ബൈബിളിൽ. യേശു എന്ത് ചെയ്തു എന്ന് വായിച്ചു പോകാതെ അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, യേശു ദൈവപുത്രനായിരുന്നിട്ട് പോലും അതിരാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടാണ് ജീവിതം ആരംഭിച്ചത്. ഇന്നു മുതൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എന്തിന് രാവിലെ എഴുന്നേൽക്കിട്ട് പ്രാർത്ഥിക്കണം? വൈകുന്നേരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ദിവസം ആരംഭിക്കുന്ന സമയം പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നത്. നമ്മുടെ നിയോഗങ്ങൾ ഈ കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ ഇപ്പോൾ തന്നെ അങ്ങ് ഏറ്റെടുക്കണമേ, ഇപ്പോൾ തന്നെ അങ്ങ് സ്വീകരിക്കണമേ. ഇത് പ്രാർത്ഥിച്ച ഈ വ്യക്തിയിലൂടെ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ.
ഇവരുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ. കുടുംബത്തിൽ സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളെ അങ്ങ് കൊണ്ടുവരേണമേ. പരിശുദ്ധാത്മാവെ ഇവരിൽ നിറയേണമേ. പരിശുദ്ധാത്മാവെ ഇവരുടെ തലമുറകളിൽ നിറയേണമേ. വഴിതെറ്റിപ്പോയ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തിരിച്ചു വരുവാൻ ഇടയാകണമേ. പാപവഴിയിൽ നിന്ന് മനുഷ്യൻ ദൈവ വഴിയിലേക്ക് കയറുവാൻ ഇടയാകണമേ. നല്ല മാനസാന്തരങ്ങൾ കൊടുക്കണമേ. ആഗ്രഹിക്കപ്പെട്ട തലമുറയെ, ആരാധിക്കുന്ന തലമുറയെ വചനത്തിലൂടെ അങ്ങ് പടുത്തുയർത്തേണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥന വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ 3 നിയോഗത്തിനു വേണ്ടി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ആ നിയോഗത്തിന്മേൽ നിങ്ങളുടെ വലത് കൈ ചേർത്ത് വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് ഇത് സാധിച്ചു തരണമേ. യേശുവേ, ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് അങ്ങ് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ആമേൻ. കൃപാസന പ്രസാദവര മാതാവേ, അമ്മയുടെ മക്കളായ ഞങ്ങൾ അമ്മയുടെ അരികിലേക്ക് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, അങ്ങ് ഞങ്ങളെ ചേർത്ത് നിർത്തേണമേ. അമ്മ ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരു അവസാനം നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയവേദനകളെ അമ്മ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകളെയും ഞങ്ങൾ ഇതാ അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് ദൈവപിതാവിന് സമർപ്പിക്കണമേ. മാതാവേ, അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ഭവനത്തിന് കോട്ടയായി നിൽക്കുന്നത്. അമ്മ എപ്പോഴും ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു വരേണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ. അമ്മേ മാതാവേ, കടങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കൂടെയുണ്ടാകണമേ. കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്കു നേരെ തുറന്നു തരണമേ. നിരവധി മക്കൾ ദിനം തോറും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ടമ്മേ. അവരെയെല്ലാം അമ്മയുടെ കൈകളിൽ ഈ സമയം ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഞങ്ങൾ അമ്മയിലേക്ക് ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് സാമ്പത്തികം വളരെ ആവശ്യമാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ ജീവിതം പുലർത്തുവാനായി ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മയുടെ മാധ്യസ്ഥത വഴി ലഭിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അങ്ങിൽ നിന്നും അകന്നു പോകാതെ അതെല്ലാം ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ദൈവം ഞങ്ങൾക്ക് നൽകുന്നതാണെന്ന് കരുതി അവയെല്ലാം മനസ്സിൽ സംഹരിച്ച് ദൈവത്തോട് ചേർന്നിരിക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ.
പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അങ്ങ് ഞങ്ങൾക്കായി ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതത്തെ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് സമ്മാനമായി തന്ന ഞങ്ങളുടെ മക്കളെ അമ്മയെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും വാഹന യാത്രകളിലും പഠിച്ച കാര്യങ്ങളിലും അവരുടെ ജോലി കാര്യങ്ങളിലും അവരുടെ ഭാവി കാര്യങ്ങളിലും എല്ലാം അമ്മ ഇടപെടണമേ. എപ്പോഴും കൂടെ ഉണ്ടാകണമേ. ഈ ലോകസുഖങ്ങളിൽ വീണു പോകുവാൻ അമ്മ അനുവദിക്കരുതേ. ദൈവ പൈതലായി ദൈവ കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അമ്മ അവരെ സഹായിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ വാർദ്ധക്യം മൂലമുണ്ടാകുന്ന അസുഖങ്ങളെയും ശാരീരിക ബുദ്ധിമുട്ടുകളെയും അമ്മ എടുത്തു മാറ്റണമേ. അവരുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും നൽകണമേ. അമ്മേ മാതാവേ, പലവിധ രോഗത്തിൽ അടിമപ്പെട്ട് രോഗക്കിടക്കയിലായവരെ ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു. ഒരു ചികിത്സയ്ക്ക് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന അവരെ എല്ലാവരെയും ഞങ്ങൾ അമ്മയെ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് സൗഖ്യമായി അവർക്ക് സാമ്പത്തികമായി അമ്മ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടണമേ. അവരുടെ ആവശ്യത്തിന്മേലെ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. അമ്മേ, ഈ ഭൂമിയിൽ കണ്ണീരൊഴുകി അമ്മയെ നോക്കി പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ. അമ്മ അവർക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളെ എപ്പോഴും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു കൊള്ളണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ. ഞങ്ങളെ കളിയാക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും മുന്നിൽ ഞങ്ങളെ ഉയർത്തിപ്പിടിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ യാത്രാമധ്യേ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങൾ ആരെല്ലാമായി സഹകരിക്കുന്നുവോ അവരുടെ ഇടയിലെല്ലാം അമ്മയുടെ സാമീപ്യവും സാന്നിധ്യവും എപ്പോഴും ഉണ്ടാകണമേ. അമ്മേ മാതാവേ, ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഖേന അനേകം മക്കൾ ദൈവത്തിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അമ്മ ഒരുക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു. കുറ്റങ്ങളും കുറവുകളും നിരവധിയായി ഉള്ളവർ. അമ്മേ, എങ്കിലും ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. ഞങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.